പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 27 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്കും എൻ്റെ ദൂതനേക്കും നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ
നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയമെന്ന് പറയും. കർത്താവ് ഓശാന പാടി എതിരേറ്റ് വിജയശ്രീലാളിതനായിട്ട് ജെറുസലേമിലേക്ക് രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ക്ലൈമാക്സ് അടിക്കും. എന്താണ്? വാവിട്ട് കരയും. ഭയങ്കര രസമല്ലേ അത്? അതായത് ജനലക്ഷങ്ങൾ അകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയുന്നതിന് പകരം ബൈബിൾ പറയും അവൻ പൊട്ടിക്കരഞ്ഞെന്ന് പറയും. എന്താ കാര്യം? ഒറ്റ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഒറ്റ കാര്യം എന്താണത്? സന്ദർശനത്തിൻ്റെ സമയം അറിഞ്ഞില്ലെന്ന്. ലൂക്ക 19:42 സമാധാനത്തിനുള്ള മാർഗങ്ങൾ, സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കണെന്ന്. ഇപ്പൊ സമാധാനത്തിന്റെ മാർഗം എന്താ ശരിക്കും പറഞ്ഞ? അനുതാപത്തിന്റെ മാർഗങ്ങളാണ്. സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിൽ സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ്. ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ്. അപ്പം അനുതാപത്തിലുള്ള മാർഗങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഉള്ള പോക്കത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും. എന്നിട്ടും മറ്റുള്ളവർ പറയും ഇത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. എന്നിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൈയിരിപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് വെട്ടിപ്പ്, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തെ നിരക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ. പക്ഷെ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കും. വിഡ്ഢികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്താ സംഭവം എന്ന് പറയുന്നത്, ഇവർക്ക് അനുതാപം കൊടുക്കത്തില്ല ഒരിക്കലും. അനുതാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്തല്ല, അവർ ഓക്കെ ആണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഓക്കെ ആണെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും. കാര്യം അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ വെച്ചാൽ അവർ അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ, അവർ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല. അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞതല്ലേ. മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. എന്താണ്? നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. ഇതന്നെ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത്. ദൈവം ചെയ്യണതാണ് നമ്മളോട് പറയണത്. ദൈവം എന്താ ചെയ്യണത്? ചെറിയ അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല. എന്താണ്? അനുതാപം കൊടുക്കത്തില്ല. പന്നിയാണെന്ന് എഴുതറിയാം. പന്നീനെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനമാണ്. വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനത്തിന് അനുതാപം കൊടുക്കത്തില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാ? എല്ലാ പരിപാടി കാണിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെ എന്താ അത് ചവിട്ടി മെതിക്കുകയും എന്നാ പറഞ്ഞു. അത് എന്താ ചെയ്യണേ? അവ അത് ചവിട്ടി നശിപ്പിക്കുകയും അനുതാപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചവിട്ടാൻ വരും. തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. പറയുന്നവനെ പറഞ്ഞതിനെ ആക്ഷേപിച്ച് കളയും. അയാളെ പന്നിയുടെ സ്വഭാവം. പിന്നെ അയാളിപ്പോൾ പഠിക്കാൻ വന്ന് അയാൾ അപ്പനെങ്ങനെ എനിക്കറിയാമെന്ന് പറയും. ഇതാണ് സംഭവം. ആ പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും.
അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. പക്ഷേ ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.